രേണുസുതി. രേണുസുതി. ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാ, ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായിപ്പോയി. അവരും എല്ലാവരും ഇപ്പൊ എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണമെന്ന് അതൊക്കെ ഒരു ഫീലാവുന്നു ഭയങ്കരമായിട്ട്. ഇതൊക്കെ കൊണ്ട് പറയാന്ന് വിചാരിച്ച് ഞാൻ അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരുടെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കുട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അതാണ് ഈ കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ളത്. ബാക്കി പറയാം. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല. നമ്മളുടെ സുധിയുടെ മകൻ കിച്ചു ഒരു വീഡിയോ, തന്റെ ലൈഫ് സ്റ്റോറി റിവീൽ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും, നിങ്ങൾ അവസാനം വരെ കണ്ടുപോക്കുക. പല കള്ളത്തരങ്ങളും പൊയ്മുഖങ്ങളും പൊളിച്ചടിക്കിയ ഒരു വീഡിയോ ആണിത്. അപ്പം എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയുമാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി, രണാസുന എന്ന് പറയുന്ന ആ വ്യക്തി, അവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ പറഞ്ഞത് തന്നെയാണ് സത്യം. അവർക്ക് സോഷ്യൽ മീഡിയയിൽ ആ ഒരു പേര് ഉപയോഗിച്ചുകൊണ്ട് റീച്ച് നേടിയെടുക്കുവാനും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നുള്ളതും ഈ പറയുന്നത് എല്ലാം കള്ളമായിരുന്നു എന്നുള്ളതും സത്യസന്ധമായി തെളിയുന്ന ഒരു വീഡിയോ ആണ്. കാലം എത്ര മുമ്പോട്ട് പോയാലും ഉണ്ടല്ലോ, അത് സത്യങ്ങൾ തെളിയാതിരിക്കത്തില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ളതാണ്. അപ്പം ഈ കിച്ചുവിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അവന് പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കിയാൽ മനസ്സിലാകും. ഇവർ ഈ പറഞ്ഞിരുന്നത് മൊത്തം കള്ളത്തരമാണ്. A2Z മീഡിയയ്ക്ക് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞ പല കാര്യങ്ങളും അല്ല, മിക്കവാറുള്ള എല്ലാ കാര്യങ്ങളും ഫേക്ക് തന്നെയാണ്. അവർക്ക് ഈ ഒരു റീച്ച് ലൈഫ്, മീഡിയ അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ളതാണ്. എൻ്റെ കുടുംബം നോക്കുക, എൻ്റെ മക്കളെ 2 പേരെ നോക്കുക, എൻ്റെ കിച്ചുമോനെ നോക്കുക എന്നൊക്കെ പറയുന്ന കാണുന്നതൊന്നും അല്ല അവരെന്താണെന്നും അവരുടെ വീട്ടുകാരെന്താണ് എന്നുള്ളതും അവരൊരു സുധിയെ ഏത് തരത്തിൽ ചൂഷണം ചെയ്തു എന്നുള്ളതും എല്ലാം ഈ വീഡിയോയിലുണ്ട്. അവസാനം വരെ കാണുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്ന് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് തന്ന് നമ്മുടെ കൂടെ നിൽക്കണം കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. സ്റ്റോറി പറയണമെന്നുണ്ട്. അപ്പം അതിൽ തന്നെ എൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അതിൽ തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിലപ്പം ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും എന്താ പറയുക, കൂടുതലും എനിക്ക് നെഗറ്റീവ് ആയിരിക്കാം. ചിലപ്പം എന്നെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പം എന്താണ് വെറുക്കാം, ഒന്നും അറിയത്തില്ല എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും. പക്ഷെ എന്തായാലും ഞാൻ എന്തായാലും പറയാമെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ. പിന്നെ വരുന്ന ചോദ്യങ്ങൾ, വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നിനക്ക് എപ്പോഴാണോ പറയാൻ ടൈം കിട്ടിയേ, ഇതിന് മുന്നേ ഒന്നും സമയമില്ലായിരുന്നു, അങ്ങനത്തെ കുറേ ടോക്കൊക്കെ വരാം. ഇത് മൊത്തം കേട്ട് കഴിയുമ്പോൾ കേട്ടോ, അപ്പം അങ്ങനെ കുറേ ടോക്കൊക്കെ വരാം. എന്താണേലും ഞാൻ ഭയങ്കരമായിട്ടൊരു ഇൻട്രോവേർട്ടാണ് സത്യം പറഞ്ഞു. എനിക്കൊരു ഒന്നും അങ്ങോട്ട് സംസാരിക്കാൻ അറിയത്തില്ല വലുതായിട്ട്. അതൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ഇതായി പോയതാണ്. പക്ഷെ എങ്കിൽ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അങ്ങനെ ഇതിലൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരു ഇതാക്കി തരാം, എൻ്റെ ലൈഫ് സ്റ്റോറി. അപ്പം നമുക്ക് തുടങ്ങാം. ലൈഫ് സ്റ്റോറി എൻ്റെ, അതായത് 2004 ഞാൻ ജനിക്കുന്നു. ആദ്യം എൻ്റെ സ്വന്തം അമ്മ ശാലിനി എന്നാട്ടെ എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരാണ് ജനിക്കുന്നതും. അപ്പം ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. 2 പേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എൻ്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അവരുടെ 2 പേരുടെയും ഭയങ്കര ഫൈറ്റ് മ്യൂസിക്കിട്ടോട്ടെ, അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അതാണ് ഈ കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഓർമ്മയെന്ന് വെച്ചാൽ അച്ഛൻ സ്കൂട്ടർ എടുത്ത് അവിടെ പോകാനായിട്ട് നിൽക്കുന്നു. ഞാൻ ഭയങ്കര കടിച്ചില്ല, കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തം അമ്മ അപ്പം എന്തോ എൻ്റെ 2-1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ ഈ സ്കൂട്ടറിൻ്റെ. ഈ സ്റ്റോറി ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കേട്ടിട്ട്. കാര്യം അവന് കുഞ്ഞിലെ അനുഭവിക്കേണ്ടി വന്ന, കണ്ടില്ല, 1.5 വയസ്സ് 2 വയസ്സിലൊക്കെ അവൻ കാണേണ്ടി വന്നത്, കണ്ടു വളരേണ്ടി വന്നത് അച്ഛനും അമ്മയും തമ്മിലുള്ള, അതായത് സുധിയുടെ ആദ്യ ഭാര്യയും തമ്മിലുള്ള വഴക്കുകളും ബഹളങ്ങളുമാണ്. അത് മാത്രമല്ല, അവൻ ഏകദേശം 2 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ഉപേക്ഷിച്ച് അവരമ്മ പോവുകയും ചെയ്തു. ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ വലിയൊരു ട്രോമയിലൂടെയാണ് കുട്ടിക്കാലം, ബാല്യം കിച്ചു എന്ന് പറയുന്ന ഈ കുട്ടി ഇപ്പം കടന്നു വന്നിരിക്കുന്നത്. അപ്പം ബാക്കി കേൾക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ സമയത്ത് അച്ഛനൊരു സ്കൂട്ടർ എടുത്ത് എന്തോ എവിടെ പോകാനായിട്ടേക്ക് ഞാനും വരുന്നു. അച്ഛൻ പറഞ്ഞു വരണ്ട ഇവിടെ നിന്നു. അച്ഛൻ്റെ ഒരു കൂട്ടാനും ഉണ്ടായിരുന്നു, കൂട്ടാൻ്റെ സ്കൂട്ടറും കണ്ട, ആ സ്കൂട്ടർ എടുത്തോണ്ടാണ് പോകുന്നത്. ആ സ്കൂട്ടറും എടുത്തോണ്ട് പോയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യാനായിട്ട് എങ്ങാണ്ട് നോക്കിയതാ.
നേരെ ഒരു ലോറിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിടിക്കാനൊക്കെ പോയി. പക്ഷെ അവർ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിൻ്റെ ഫ്രണ്ടിൽ പോയി രണ്ടുപേരും ഇരുന്ന് ഞാൻ കരഞ്ഞു. എനിക്കും ഒന്നും പറ്റിയില്ല, അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ആ ടൈമിലെ ഓർമ്മകളെന്നൊക്കെ പറഞ്ഞാൽ. കൂടുതലും ആ ടൈമിൽ ഇവർ രണ്ടുപേരുടെ അടി എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള. കുഞ്ഞിലോട്ടേ കാണുന്നത് ഈ സംഭവം, അടി 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 അടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ 2-3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് അച്ചാമ്മ, വല്യമ്മ, വച്ചല്ലേ, പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, പാറൂട്ടി, ചേച്ചി. അവരുടെ ഒപ്പമൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു 5ാം ക്ലാസ് വരെ. എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജായി, വീണ എന്ന് പറയുന്ന അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോൾ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും, ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് വല്ലൊരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കുട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്, അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പറയണമെന്നും അറിയത്തില്ല കേട്ടോ, കുറെ ഇങ്ങനെ ഉണ്ട്. എനിക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞു തരണം, എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ എല്ലാ കാര്യം. അതെങ്ങനെ പുറത്തോട്ട് പറയണമെന്ന് എനിക്കറിയത്തില്ല. യു ക്യാൻ കിച്ചു കമോൺ. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ, അവിടെ അടി, ഭയങ്കരമായിട്ടുള്ള അടി, ഭയങ്കര സീൻ. അപ്പം എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് ഇതുണ്ട്, മനസ്സിലാവുന്ന ഒരു സമയമാണ് ടൈമൊക്കെ. ഭയങ്കരമായിട്ട് അടി. പിന്നെ അവർക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിക്കകത്ത് അവർക്ക് കല്യാണം കഴിക്കുന്നതിന്, അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരുടെ സെക്കൻഡ് മാരേജ് വരുന്നത്. അവർക്കതിൽ ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ട് അവർക്ക്. അതൊക്കെ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാട്ടാ. എൻ്റെ അടുത്ത് അത് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്കൂട്ടർ എടുത്ത് ഞങ്ങൾ. സ്കൂട്ടർ എടുത്തപ്പം അതിനകത്തൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഞാൻ അറിയുന്നത്, എനിക്ക് അറിയാവുന്നത് ആ സംഭവം. 2 പിള്ളേർ എന്നെ ഒരുമാതിരി ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ടും എല്ലാം കാണാം. എന്തോ ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടെന്തോ രാത്രിക്ക് അച്ഛൻ വീട്ടിൽ നിന്ന്, പിന്നെ അച്ഛനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് അങ്ങനെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന. പിന്നെ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മകളുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു. ഇപ്പൊ ഇതുവരെ പറഞ്ഞ കേസുകൾ അവന് പിന്നെ ഒന്നാമത്തെ കാര്യം ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുന്നത് ഒരു ഇഷ്യൂ ആണ് എന്ന് തോന്നുന്നു. ഇൻട്രോവേർട്ട് ആണ് എന്നുള്ളത് അവൻ തന്നെ പറഞ്ഞപ്പോണ്ട്. അപ്പൊ അതാണ് ക്യാമറ അടിയിൽ ഫോക്കസ് ചെയ്ത് പിടിച്ചേക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതെന്തോ ആവട്ടെ. അപ്പൊ അവൻ തന്നെ ഇതിനകത്ത് പറഞ്ഞപ്പോണ്ട് പിന്നെ എന്താണ് എനിക്ക് അവ്യക്തമായിട്ടുള്ള, അതായത് അത്രയും അങ്ങ് ഓർമ്മ കിട്ടാത്ത പ്രായത്തിലുള്ള കാര്യമാണ് എന്താണ് ആദ്യം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇനി അങ്ങോട്ട് അവൻ പറയാൻ പോകുന്നത് അവന് വ്യക്തമായിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. ഓർമ്മകളുണ്ട്, ഓർമ്മയുണ്ട്, സംഭവം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്കത് എങ്ങനെ ഒരു പുറത്തോട്ട് പറയണം അതെനിക്ക് അറിയത്തില്ല എങ്ങനെ സംഭവം. അതാണൊരു പ്രശ്നം. ഇപ്പോഴത്തേക്കാണ് ഞാൻ ഇരുന്ന് പറയും. പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാനും ഇങ്ങനെ കാര്യങ്ങൾ പറയാനും ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഭയങ്കര സൈലൻ്റാണ്. പാട്ടൊക്കെ കേട്ട്, വേടൻ്റെ പാട്ടിൽ ഓരോ വരികളും എൻ്റെ എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിളാണ് എൻ്റെ ലൈഫായിട്ട്. അടുത്ത സ്റ്റോറി. 5ാം ക്ലാസ്സിൽ വെക്കേഷൻ ആ ടൈമിൽ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുക, ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ എറണാകുളത്ത് നിൽക്കുന്നു, കുറേ നാൾ എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളിൽ ഇപ്പം കാണുന്ന അമ്മയില്ലേ, രേണുസുതി, രേണുസുതി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞാൻ കാണാൻ വന്നു. അപ്പൊ ഈ ഒരു വീഡിയോക്കകത്ത് അവൻ രേണുസുതി എന്ന് പറയുന്ന ആ ഒരു പറച്ചിൽ തന്നെ അവന്റെ എല്ലാ അമർഷവും എല്ലാ പ്രതിഷേധവും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും. കാര്യം അത്തരത്തിലാണ് അവന് ആ ഒരു വീഡിയോയിൽ ആ പേര് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പം ഓരോരുത്തരുടെയും വാക്കിൽ നിന്നും നമുക്ക് ആ പ്രയോഗം കൊണ്ട് മനസ്സിലാക്കാമല്ലോ അതെന്താണ്, സ്നേഹമാണോ പ്രതിഷേധമാണോ അതല്ല വിയോജിപ്പാണോ എന്നുള്ളത്. അപ്പൊ ഈ ഒരു വാക്ക്, ഈ രേണുസുതി എന്ന് അവൻ പറഞ്ഞത് ആദ്യമായിട്ടാണ് കിച്ചുവിന്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു രീതിയിൽ രേണുസുതിക്ക് എതിരെയുള്ളൊരു വാക്ക് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് വാക്ക് കേൾക്കാം. തുടർന്ന് എന്താണ് അവന്റെ ലൈഫിൽ സംഭവിച്ചത്, ഈ രണസുനയുമായി എന്താണ് ഇഷ്യൂ എന്നുള്ളത് എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി, മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ, എന്നൊക്കെ എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ, ഞാൻ അച്ഛന് ഇഷ്ടമാണോ, നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച്, വല്യമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത് കിടന്നിട്ടുണ്ട്, വീണയും
അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി. ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നതും കേട്ടപ്പെടുത്താം. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്ത് ചെല്ലുന്നു. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്ത് നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ അച്ചാമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും വിടത്തില്ല. അപ്പം അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതിയിൽ കളിക്കാനൊന്നും പോകത്തില്ല. ചേച്ചി, പാറു, ഞാൻ അങ്ങനെയുള്ളൊരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് കളിക്കണം. പക്ഷെ വഴക്ക് കിട്ടും. എങ്കിലും അറിയാതെ കുളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ അവിടുത്തെ ഒരു ഇതിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക് ബാക്കി പറയാം. ഞാൻ ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെയാ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എൻ്റെ ഒരു തുടക്കം. അപ്പൊ എന്തുകൊണ്ട് അവന് പറഞ്ഞ് പരിമിക്കാൻ നോക്കുന്നില്ല പറയാൻ. അപ്പം എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവന്റെ ആ കൊച്ചു പ്രായത്തിൽ തന്നെ അവന്റെ അമ്മ വേർപെട്ട് പോയപ്പോഴത്തേക്ക് അവന് ഒരു ഏകാന്തത അനുഭവിച്ചു. പിന്നെ പറയല്ലോ ഉപ്പോളം വരുത്തില്ല ഉപ്പിലിട്ടത് എന്നുള്ളത്, അത് തന്നെയാണ് യാഥാർത്ഥ്യവും. അപ്പൊ സ്വന്തം അമ്മയുടെ അത്രയും ഒരു കെയറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എത്രയൊക്കെയാണ് പറഞ്ഞാലും രണ്ടാനമ്മമാര് വന്നാൽ അത് രണ്ടാനമ്മമാരാണ് അവന്റെ ലൈഫിൽ മാറി വന്നിരിക്കുന്നത്. അപ്പൊ അച്ഛന് വേണ്ട രീതിയിൽ സുധിയെ സംബന്ധിച്ച് അവനെ കെയർ ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത അവസ്ഥ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ അവൻ സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ ഒറ്റപ്പെടുന്നു. അവന്റെ ജീവിതം ഒരു റൂമിലേക്കും ഒരു കമ്പ്യൂട്ടറിലേക്കും ചുരുക്കപ്പെടുന്നു. അങ്ങനെയാണ് അവൻ പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇനി കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ രണാസുനായെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ അവർ കുടുംബം നോക്കാനല്ലേ കുട്ടികളെ നോക്കാനല്ലേ എന്നൊക്കെ ഉള്ളവർ പറയുന്നവർ ഇതൊക്കെ മുഖത്തുള്ളൊരു അടിയായിരിക്കും ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടു വെക്കാം. വീട്ടിൽ ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയെടുത്ത് കീബോർഡിലേക്ക് ഋതപ്പം കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ അടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം എനിക്ക്. അപ്പം മുതൽ പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പനുണ്ട് കേട്ടോ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛൻ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ആ സമയം ലോക്ക്ഡൗൺ ആയി. ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് കുറേ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ നോക്കി. ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, വേറെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന. മനസ്സിലായോ? അത് ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഈ അച്ഛൻ്റെ എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവുമോ ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഇങ്ങനൊന്നും ഓരോ കാര്യം പറയാത്തതും. ബാക്കി പറയാം. അങ്ങനെയാണെന്ന് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയെല്ലാം നിർത്താമെന്ന്, പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത്. ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തിട്ട് അപ്പം ഈ 10ലിൻ്റെ കൂടെ പഠിച്ച കുറച്ച് ഒരു കൂട്ടുകാരുണ്ട്, അവനേട്ടാ കമ്പനി ഒരുത്തനുള്ള ഏട്ടാ. അങ്ങനെ അവിടെ ഇങ്ങനെ പോകും ഞാൻ ഡെയിലി. പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി, കൂട്ടുകാരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴും അച്ഛൻ്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ. വേറെ ആർക്കും ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും ഇപ്പം പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി ഇതൊക്കെ പറയണമെന്ന് എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ലെന്ന്. ഇപ്പൊ ഈ രണാസുനായും കുടുംബവും മൊത്തവും ഇവൻ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ സുധിയുടെ ചെലവിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്.
ഈ സുധി എന്ന് പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ട് വരുന്ന അല്ലെ ഒപ്പിച്ചുകൊണ്ട് വരുന്ന പൈസയ്ക്കകത്താണ് ഇവര് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ കിച്ചുവിനോട് ഈ സുധി കാണിച്ചിരുന്ന സ്നേഹം അഗാധമായ സ്നേഹമായിരുന്നു എന്നൊക്കെയാണ് രേണുസുധി അല്ലെങ്കിൽ രേണുസുന പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു വീഡിയോയിൽ നിന്നും അവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പൊ അവന് അർഹിച്ച ഒരു സ്നേഹം അവൻ അർഹിച്ച ഒരു സ്നേഹം മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ കിട്ടിയിട്ടില്ല. ഈ സുധിയിൽ നിന്നോ ഭാര്യയിൽ നിന്നോ ഒന്നും, അത് സ്വന്തം അമ്മയിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ക്രൂവൽ സിറ്റുവേഷനിലൂടെ വളർന്നു വന്ന ഒരു കുട്ടിയാണ് അവന് എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ അത് അവനങ്ങോട്ട് എങ്ങനെ പറയണം എന്ന് പുറത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയൂടെ കേൾക്കാം. എന്തായാലും അവൻ പറയുന്നുണ്ട് ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ, അതോടെ ഒന്ന് കേൾക്കാം. കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. മനസ്സിൽ എനിക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണമെന്ന് അറിയത്തില്ല. അതൊക്കെ കൊണ്ട് എൻ്റെ ഒപ്പം എപ്പോഴും ഒരുത്തർ ഇങ്ങനെ കൂടി ഇരുത്തുന്ന അവനാകുമ്പം അവന് നല്ലപോലെ അറിയാം ഞാൻ എന്തായിരിക്കും അടുത്ത പറയാൻ വരുന്ന, എന്താ എൻ്റെ മനസ്സിൽ. അതാ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എൻ്റെ കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം അങ്ങനെ ഞാൻ എന്താണ് അടുത്ത പറയാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം അമ്മമാർക്ക് അറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മമാരെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണെങ്കിലും അമ്മമാരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ലല്ലോ അമ്മമാർ സംസാരിക്കും. അതാണൊരു പ്രശ്നം, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ എവിടെ നമ്മൾ അങ്ങനെ പോകുന്നു, അങ്ങനെ ഒരു ലൈഫ്, അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടുകാർ ഇങ്ങനെ പുറത്ത് പോകുന്നു, കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു, ആരും ഇല്ല, ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അയാൾക്ക് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി, കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ പൊക്കും, വലിയ ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ പൊക്കോണ്ട് വെക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും അച്ഛനും ഷൂട്ടിനാണേലും ഞാനും അച്ഛനും സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും അച്ഛനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങൾ, കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല ഇങ്ങനെ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അപ്പം അന്നോട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് സമ്മതിച്ചില്ല. അവിടെ തന്നെ നിന്ന് ഇങ്ങനെ പോകുന്നു. അപ്പം വെക്കോ ഒരു ദിവസം അച്ഛൻ, ഞാൻ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു, എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കൊണ്ടിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. അപ്പൊ കേട്ടല്ലോ, ഈ എത്രത്തോളം കള്ളത്തരമാണ് ഈ രനാസുന പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അവർ നാഴികയ്ക്ക് 40 വട്ടം പറയുമായിരുന്നു എൻ്റെ കിച്ചു, എൻ്റെ റിതപ്പൻ, എൻ്റെ സുധിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവരുടെ നാടകം, അല്ലെങ്കിൽ അവർ നമ്മൾ അന്നേ പറയുമായിരുന്നല്ല, അവർ അത്രയും ക്ലിയർ അല്ല, അവരുടെ ഈ ഉള്ളിൽ തട്ടിയുള്ള വാക്കുകളല്ല, ഈ കാണുന്നതും കാണിക്കുന്നതും ഒന്നുമല്ല, അവരൊരു മുഖം മൂടി അണിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത്. ഇപ്പോഴെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലായല്ലോ ഇതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു എന്നുള്ളതും, സുധി ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ലൈഫ് എന്തായിരുന്നു എന്നുള്ളതും, ഇപ്പം അവര് കാണിക്കുന്നതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളതും. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിരുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൊള്ളാം. പിന്നെ അവരെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും വിമർശിക്കുന്നില്ല, ഇവന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അപ്പൊ ബാക്കിയൂടെ കേൾക്കാൻ നമുക്ക്. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്നൊരു ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. വെക്ക ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നാൽ രാത്രി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോൾ ഈ ഷൂട്ടിനൊക്കെ പോയിട്ട് ഉറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ട്, അപ്പോൾ ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ വെച്ചാൽ കിടന്നുറങ്ങാം, രാവിലെ എന്തെങ്കിലും വരും. അപ്പം അങ്ങനെ ഉറങ്ങി. വെക്ക എന്നെ അമ്മ ഒന്നിങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട് ഞാരാ നീ അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എണീക്കുന്നു, നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. ഇപ്പോഴും ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്.
അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനൂപേട്ട അച്ഛന്. അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത്. ആ ഫോൺ എടുത്ത് എറിഞ്ഞ്. എന്തോ അനൂപേട്ട പറയുന്നത്, അങ്ങനെ അനൂപേട്ടൻ ചോദിച്ചാൽ എന്തോ അനൂപേട്ട പറയുന്ന. അപ്പം ഒരു കാലിൻ്റെ എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തു പോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാണ് നടക്കുന്ന ആ ടൈമിൽ ഒന്നും എനിക്ക് അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നു. പൊക്കോണ്ടിരിക്കുക. അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ടിരിക്കുമ്പം ഇവർ നേരെ ഒരു എനിക്കപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതാണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ, എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന നേരത്ത് ഇവർ അടിച്ചു പൊളിയാണ് പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ ഇങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തെടുത്ത് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുക. ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു. ആശുപത്രി എത്തുന്നവരാൻ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന ആദ്യാച്ഛനെ അവിടെ പോയി കണ്ട് ഇങ്ങനെ അകത്ത് ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂം ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ഇതായി. അവന്റെ അച്ഛൻ നഷ്ടപ്പെട്ട വേദനയാണ് ആ പറച്ചിലിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അവൻ ആകെയുള്ള ആശ്രയമായിരുന്നു ആ സമയത്ത് സുധി എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ട് എല്ലാം തകർന്നിരിക്കുന്ന സമയത്ത് അവനെ കൂട്ടിക്കൊണ്ട് പോയവർക്ക് പോലും സുധി മരണപ്പെട്ടതിൽ യാതൊരു ലവലേശം മനസ്താപമോ വിഷമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അവർ എൻജോയ് ചെയ്ത് യാത്ര ഇവനെ കൊണ്ടുപോയത് 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം ഓടി അവിടെ എത്താൻ നോക്കുമോ, 5 സ്റ്റാർ ഹോട്ടലിൽ കിടക്കും. അപ്പൊ ഇതാണ് പറയുന്നത്, പൊള്ളയായ സ്നേഹവും കള്ളത്തരം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രതിബദ്ധത ഇല്ലാത്ത ഇത്. അകപ്പാട് ഇച്ചിരിയെങ്കിലും മാനസികമായിട്ട് അറ്റാച്ച്മെന്റ് ഈ സുധിയോടുള്ളത് എനിക്ക് തോന്നുന്നു ഇവന് മാത്രമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്. അതെങ്ങനെ പറയണം എന്നുള്ളത് അവന് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഈ അവന്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയൂടെ കേൾക്കാം. മനസ്സിലായി. എന്നിട്ട് എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ അറിയത്തില്ലായിരുന്നു. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാരുണ്ട്, എന്തിനു വിളിക്കും. അങ്ങനെ നിൽക്കാൻ നേരത്തെ അനുപേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിൻ്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരും എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറേ പള്ളിക്കാരും അളിയനും പോവുക. ഇവരാണ് എൻ്റെ ഫോണൊക്കെ വാങ്ങി വയ്ക്കുന്നു. പറഞ്ഞാൽ മതി, പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് നിന്നപ്പോഴത്തേക്ക് അനുപേട്ട ഇങ്ങനെ കാര്യം എനിക്ക് കൊല്ലത്തുകൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്തുകൊണ്ടൊക്കെ കാണിച്ച് തിരിച്ച് വന്ന്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ അങ്ങോട്ട് ഒന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ അനുപേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഒരു അപ്പം ആ ഒരു കള്ളത്തരം പൊളിഞ്ഞേക്കാണ്. പള്ളിക്കാരോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. ആ തരത്തിലൊരു കാര്യം ഇതിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ രണാസുന അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ അവൻ പറയുന്നത് അവന്റെ ഫോൺ ഉൾപ്പെടെ മേടിച്ചു വെക്കുകയും ചുറ്റിനും പള്ളിക്കാരായിരുന്നു അവന്റെ കൂടെ ഫുള്ള്. അത് മാത്രമല്ല അവർ പറയുന്നുണ്ട്, ആര് ചോദിച്ചാലും അങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ, കൊല്ലത്ത് കൊണ്ടുപോകേണ്ട, അവരുടെ രീതിയിലേക്ക് മതി എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ പെരുമാറ്റം എന്നുള്ളതാണ് ഇപ്പം അവൻ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒരുപാട് കള്ളത്തരങ്ങളാണ് ഈ രണാസുന പറഞ്ഞുകൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മുമ്പിലേക്ക്
വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ഈ സുധി എന്ന ബ്രാൻഡിനെ സഹതാപ തരംഗത്തെ മുതലാക്കി അതിനെ വസൂലാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഇനിയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം. നമ്മളൊക്കെ എടുത്ത സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവർക്കുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് നമ്മുടെ കാഴ്ചപ്പാട്. എന്തായാലും നമുക്ക് ബാക്കിയുടെ കേൾക്കാം. അങ്ങനെ ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ പനുപേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന പനുപേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനും ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് തന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. അങ്ങനെ മൊത്തം ഒരു 89,000 കണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്ത് ഫ്ലവേഴ്സാർ. അത് അനുപേട്ടനും എല്ലാവരും കൂടെ ചെയ്ത് അതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. നിങ്ങൾ കേട്ടല്ലോ, ഇത് പള്ളിക്കാരും രണാസുരയുടെ അച്ഛനും എല്ലാം കൂടെ ചേർന്ന് 1,80,000 രൂപയുടെ സുധി മരിച്ചു കിടക്കുമ്പോൾ ബില്ലാണ് കൊണ്ടുപോയി കയ്യിൽ കൊടുത്തത്. അത് അവൻ നേരിട്ട് അനൂപ് പറയുന്ന കേട്ടിട്ട് അവൻ നേരിട്ട് പോയി ഇടപെട്ടപ്പോഴത്തേക്ക് അത് 89,000 രൂപയുടെ ബില്ലായിട്ട് ഏകദേശം 97,000 96,000 രൂപയുടെ കുറവ്, അല്ലെ 1,00,000 രൂപയുടെ കുറവാണ് ബില്ല് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ഒരു പറ്റീര് അല്ലെങ്കിൽ വെട്ടീര് നടത്താൻ ശ്രമിച്ചോ എന്നുള്ളത് നമുക്ക് ചോദിച്ചിനുമാണ്. അവൻ പോയത് കൊണ്ട് 1,00,000 രൂപ ഒറ്റയടിക്ക് കുറയൂ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി പോയതുകൊണ്ട് 1,00,000 രൂപ ഒക്കെ കുറയും. 10,000-10,000 അല്ലെ ഏറിപ്പോയാൽ 30,000 ഒക്കെ കുറയ്ക്കുമായിരിക്കും. അതിനപ്പുറത്ത് 1,80,000 രൂപ ബില്ല് വന്നെടുത്ത് നിന്ന് 1,00,000 രൂപ ഒഴിവാക്കിയിട്ട് 89,000 രൂപ മാത്രം ബില്ല് ഇടണമെങ്കിൽ അപ്പം അങ്ങനെ ഹോസ്പിറ്റലുകാർ ചെയ്യും. അപ്പം അവിടെ തന്നെ എന്തെങ്കിലും ഒരു കൃത്രിമം നടന്നോ എന്നുള്ളത് നമുക്ക് സംശയമായിട്ട് തോന്നുന്ന ഒരു കേസ് കേട്ടാണ്. അപ്പം അതാണ് പറയുന്നത്, ഒരു വ്യക്തി വെച്ച് മാക്സിമം എങ്ങനെ ചൂഷണം ചെയ്യാവോ അത്തരത്തിലുള്ള ചൂഷണമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇതിൽ നിന്ന്. അപ്പൊ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ തീരുമാനിക്കുക. ഈ പറഞ്ഞത് നമ്മൾ ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഓരോ ഇന്റർവ്യൂയിലും കേട്ടോണ്ടിരുന്നത്. അങ്ങനെ അവർ ഇടപെട്ടിട്ടില്ല, പള്ളിക്കാർ ഇടപെട്ടിട്ടില്ല, എന്റെ ബന്ധുക്കാരോ വീട്ടുകാരോ ഇടപെട്ടിട്ടില്ല, ഒന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ തെളിവ് സഹിതം, അതായത് പല നാൾക്കെല്ലാം ഒരു നാൾ പിടിയില്ലെന്നാണല്ലോ. അപ്പൊ തെളിവ് സഹിതം പയ്യൻ പുറത്ത് വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതിൽ വലിയ തെളിവൊന്നുമില്ലല്ലോ. വിറ്റ്നസ്സായ സ്വന്തം അച്ഛന്റെ കാര്യം പറയുന്ന സ്വന്തം മകനാണ്. അപ്പൊ ആരെ ഫേവർ ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അവന്റെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരുന്ന സംഭവം അവനിപ്പം മാനസികമായിട്ട് ഇത്രയും വിഷമം ഉണ്ടായതിന്റെ പേരിലാണ് എല്ലാം തുറന്നു പറയുന്നത്. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തികൾ അവന് താങ്ങാവുന്നതിനപ്പുറത്താണ് എന്നുള്ളത്, അവന് അത് നാണക്കേടാണ് എന്നുള്ളത് അവൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിലായിരിക്കാം അവൻ ഇപ്പൊ ഇതെല്ലാം തുറന്നു പറയുന്നത്. നമുക്ക് ബാക്കിയൂടെ കേൾക്കാം. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമില് അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്തോ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യാം, ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കി. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ മുഖമൊക്കെയായിരുന്നു. എങ്ങനെ ഞാൻ ഇത് എനിക്കാണെങ്കിൽ അവിടെ ഒട്ടും പറ്റുന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു പോകുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അന്ന് ഞാൻ +2 ഇതായിട്ട് പഠിക്കുക, ഓപ്പൺ കോഴ്സ് എടുത്ത്. +2 ഒക്കെ ആ ടൈമിൽ നിർത്തിയായിരുന്നു. ഞാൻ ഓപ്പൺ കോഴ്സ് എടുത്ത് വീണ്ടും +2 പഠിക്കും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എൻ്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാനോ നീ എവിടാ കഴിച്ചാ ഒന്നിനും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ നടക്കുമോ? ഞാൻ പോകുന്നു, രാത്രി 3 മണിക്ക് ആകുമ്പോൾ വരും. ഇങ്ങനെ തന്നെ എന്തോ ഒരിടത്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. ഇങ്ങനെ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അറിയത്തില്ല. ആ സമയത്ത് എല്ലാവരുടെ ലൈഫിൽ ഒരു ബാഡ് ടൈം ഉണ്ടോയെന്ന് അറിയത്തില്ലേ. പക്ഷെ ആ ബാഡ് ടൈം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. കാര്യം അവന്റെ അച്ഛൻ പോയ ശേഷം അവന് ഒരുപാട് മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുമ്പോൾ, ഏകാന്തമായിട്ട് ജീവിക്കുമ്പോൾ, ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ അവൻ ഡ്രഗ്സിലേക്ക് അഭയം തേടുന്നു. അത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ലൈഫിൽ ഒരുപക്ഷെ സംഭവിച്ചേക്കാവുന്ന കാര്യമാണ്. രണ്ടാമത് അവൻ പറഞ്ഞൊരു പോയിന്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവനെ ഒന്ന് കഴിച്ചോന്നോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു തിരക്കാനോ ഒന്ന് അന്വേഷിക്കാനോ ആരുമില്ല. ഈ പറയുന്ന രണാസുരായോ മറ്റു വീട്ടുകാരോ ആരും അവനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അവൻ ആ വീട്ടിൽ എങ്ങനെ കഴിയുന്നു, തോന്നുമ്പം വരുന്നു, തോന്നുമ്പോൾ ഇറങ്ങി പോകുന്നു. അവനെ നോക്കാനോ കാണാനോ
പറയാനോ എടുക്കാനോ ഒന്നും ആരുമില്ല. ഈ പറയുന്ന രണാസുന പറഞ്ഞിരുന്നത് പോലെയുള്ള സ്നേഹം അവർ ഓരോ ഇന്റർവ്യൂവിലും പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ കുടത്തിന്റെ കവിഞ്ഞങ്ങൊഴുകുവാണ് സ്നേഹം. ആരോട്? കിച്ചുവിനോടും ഋതപ്പനോടും ഒക്കെയുള്ള സ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒരു എല്ലാം തികഞ്ഞ അമ്മയാണ്, മാതാവാണ് താനെന്ന രീതിയിലാണ് വന്നത്. ഇപ്പം ഈ പയ്യന്റെ വാക്കുകളിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ കേട്ടു നോക്ക് എന്താണ് എന്നുള്ളത് സത്യാവസ്ഥ. എല്ലാം മറനീക്കി ഒരു ദിവസം പുറത്തു വരും എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ടില്ലേ, സുധിയുടെ മരണശേഷം അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ രണാസുനായി അവരെ വീട്ടുകാരും തയ്യാറായിട്ടില്ല. അപ്പം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, അതായത് ഈ സുധിയുടെ ഇൻഷുറൻസ് തുക ഉൾപ്പെടെ, അതല്ലെങ്കിൽ സുധിയുടെ ഇൻഷുറൻസ് തുക ഉൾപ്പെടെ, സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പിന്നെ സാമ്പത്തികമായുള്ള ചൂഷണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആണ് ഇവർ ഉപയോഗിച്ചത് എന്നുള്ളതാണ് എനിക്കിതിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പൊ എന്തായാലും ഈവൻ ആ ഒരു ട്രോമയിലൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ അവന് ഇപ്പോഴും ആ ഒരു മാനസികമായിട്ടുള്ള പ്രയാസം വിഷമങ്ങളും ഉണ്ട്. കാര്യം അച്ഛനെ നഷ്ടപ്പെട്ടത് അവനാണ്. അപ്പം അവൻ അതിന്റെ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അവന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ബാക്കി പറഞ്ഞുതരാം. അങ്ങനെ നിൽക്കാൻ നേരത്തെ എനിക്ക് അപ്പോഴും ഒന്ന് ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ എന്തോ ഈ സംഭവമൊക്കെ ചെയ്യാനായിട്ട് കൊല്ലത്ത് പോയപ്പോഴത്തേക്കും അവരെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാവുന്നു. അവരുടെ ആ സ്നേഹം കണ്ടിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവിടെ ആണെങ്കിൽ കുഞ്ഞിലോട്ട് അവിടെ അല്ലേ നിന്നിട്ടുള്ളതും. എനിക്കാണെങ്കിൽ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇവരോട് ഇവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിക്കാൻ ഒരു പേടി. ആ സമയത്ത് എല്ലാത്തിനോടും ഒരു പേടി. എനിക്ക് എൻ്റെ ഒരു വിഷമോ കാര്യമോ ആരും ഇല്ല എനിക്കൊന്നും പറയാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആ ഒരു സമയത്തൊരു പ്രശ്നം ഇതൊക്കെ എനിക്കൊന്ന് ഒറ്റയ്ക്കിരുന്ന് ആ സമയത്ത് ഒരു ഇതൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ലൈഫിൽ ഒറ്റപ്പെട്ടു പോകുക, അല്ലെങ്കിൽ ആരും ഇല്ലാതായി തീരുക, ഏകാന്തമായി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് എത്ര പോസിബിൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാം. അതപ്പോൾ അവന്റെ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ആ ഒരു ഏകാന്ത ജീവിതം നയിക്കേണ്ടി വരുന്നു. ആരും അവന്റെ കൗമാര പ്രായമാണ്, അവന് എല്ലാ സപ്പോർട്ടും എല്ലാ സ്വാതന്ത്ര്യങ്ങളും വേണ്ട സമയമാണ്. അതൊന്നും കിട്ടാതെ ആകെ അവന്റെ ലൈഫ് കുത്തഴിഞ്ഞു പോയ, അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയിലേക്ക് പോയ ഒരു സമയം. അതാണ് അവൻ തുറന്നു പറയുന്നത്. അപ്പൊ എന്തായാലും അവൻ ആകെ വിഷമിച്ച് നിന്ന ജീവിതത്തിലെ നിമിഷങ്ങളാണ്. വളരെ വിഷമമുണ്ട് നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ. സത്യാവസ്ഥ ഇപ്പോഴെങ്കിലും പുറത്തു വന്നത് നന്നായി എന്നുള്ളതാണ് കാര്യം. ഈ ഒരു കോർണറിൽ, അതായത് ഈ ഒരു സഹതാപ തരംഗത്തിന്റെ പേരിൽ പ്രിവിലേജ് കിട്ടുന്നവർ ഇനി ആ പ്രിവിലേജ് അങ്ങനെ അനുഭവിക്കാൻ പാടില്ല. കാര്യം ഇത് കുറച്ചുകൂടെ നേരത്തെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം പലരും കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ആ രണ്ട് പിള്ളേരെ നോക്കാനല്ലേ, ആ കുടുംബം നോക്കാനല്ലേ അവരിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അല്ല, അവർക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ഈ പറഞ്ഞില്ല അധികാര ലഹരി പോലെ ആയതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ലഹരി അവർക്ക് പിടിച്ചുപോയി. അപ്പൊ അവർ ആ ഒരു ഫെയിമിൽ ആ ഒരു സ്റ്റാഡത്തിലും നിൽക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പ്രക്രിയയാണെന്ന് പല ആവർത്തി നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ പറഞ്ഞപ്പോൾ ഉണ്ട്. അതെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് ഇപ്പൊ ആര് ഇക്കിച്ചു തന്നെ വന്നിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയോടെ ഒന്ന് കേൾക്കാം. അറിയാനും നല്ല സ്വഭാവം അല്ലാതെ ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ ആ ടൈമിൽ എന്തോ ഒരു ജോലി, ഈ റബ്ബറിന്റെ ഒരു ജോലിക്ക് ഞാൻ ഇങ്ങനെ പോയായിരുന്നു ഒരു കൂട്ടാൻ്റെ വഴിയിൽ. ഇങ്ങനെ അവിടെ വെച്ചിട്ട് വല്യമ്മ രാത്രി ഇങ്ങനെ വീഡിയോ കൂടെ ഇതപ്പം അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വല്യമ്മ അതൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയി. അങ്ങനെ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കൊല്ലത്ത് വന്ന് നീ അവിടെ നിന്ന് ഇതാക്ക്, അങ്ങനത്തെ ഒരു ഇതായി. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ച് ഫ്ലവേഴ്സിലെ മായായ ചേട്ടൻ ചോദിച്ച് നിനക്കും ഋതപ്പൻ്റെ പേരിലും കൂടെ ഒരു വീട് വെച്ചേരാം, നിനക്ക് എവിടെ വേണം വീടെന്ന് ചോദിച്ചു. ഞാൻ ആ ടൈമിൽ അവരുടെ ഒരു സ്നേഹമൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഋതപ്പൻ്റെ കാര്യം ഓർത്ത് എൻ്റെ മനസ്സിൽ ഇതായിരുന്നു പ്ലാൻ. ഒരു എന്തെങ്കിലുമൊക്കെ പഠിക്കാന്നുള്ള രീതിയിലെല്ലാം മാറി നിൽക്കാൻ എനിക്ക് ഇവിടെ പറ്റത്തില്ല. എനിക്ക് അവിടെ നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല. അച്ഛനില്ലാതെ ഒട്ടും പറ്റത്തില്ല. ഒരു എന്താ പറയണ്ടേ, ഒന്നും ഇതാ എൻ്റെ ഒരു അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് സംഭവം. എനിക്ക് എങ്ങനെ പറയണം എന്നറിയത്തില്ല. ഞാൻ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പരിപാടിയെല്ലാം ഞാൻ നിർത്തി. മനസ്സിലായോ? കൊല്ലത്ത് നിന്ന് എനിക്കൊരു 3 കൂട്ടുകാരെ കിട്ടി. പണ്ടോട്ടുള്ള കൂട്ടുകാരാ. എൻ്റെ കുഞ്ഞിലോട്ട് ഞാൻ കൊല്ലത്ത് പഠിച്ചുകൊണ്ട് വന്നപ്പം ഉള്ള കമ്പനിയാണ്. അവരുടെ പേര് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹാഫിസ്, സെയ്ദ് അലി, ആഷിഖ്. എൻ്റെ ലൈഫ് മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ, അതിനകത്ത് കുഴിയിൽ താഴെ കിടക്കുമ്പം ഒരു കൈ വരത്തില്ലേ, അതിന് എന്തോ ഒരു വീണ്ടും ഒരു കുറെ ഇത് കിട്ടുന്നൊക്കെ പറയത്തില്ലേ, ആ കൈ ഇങ്ങനെ പൊക്കി തന്നിങ്ങനെ എന്നെ പൊക്കിയെടുത്താൽ 3 പേര്. എൻ്റെ ലൈഫ് മൊത്തത്തിൽ എനിക്ക് സംസാരിക്കാൻ ഒരു മിണ്ടാതെ ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക, ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല. എനിക്ക് എന്തോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് മാത്രം ഇങ്ങനെ നിൽക്കുന്നു. 3 പേരും കൊല്ലത്ത് വന്നിട്ട് 3 പേരെ ഇങ്ങനെ എന്നെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. എല്ലാത്തിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റി. ഭയങ്കരമായിട്ടൊന്ന് ഇതായി. ആൾക്കാരത്തൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കൊണ്ട് തന്നെ അങ്ങ് മാറ്റി, മൊത്തത്തിൽ എന്നെ അങ്ങ് ചേഞ്ച് ചെയ്ത്. എൻ്റെ
ലൈഫ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു എല്ലാത്തിലും ഒരു തുടക്കം ഇങ്ങനെ ഇട്ട് തന്നുമാര്. അത് കഴിഞ്ഞിട്ട് രാവാണോ പാട്ട് പാടിയില്ല. അപ്പം അതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ആളെ എനിക്കിപ്പോൾ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി മൊത്തം നോക്കിയത് ഇപ്പം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ടൈമിൽ എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും. അതാണ് ഇത്ര ഒരു ലൈഫിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ മാറ്റിയെടുത്തേക്കുന്നത്. അമ്മ എൻ്റെ ഒരു കൈ പിടിച്ച് ഇങ്ങനെ പൊക്കി ഞാൻ തന്ന്, ബാക്കി അതായിരുന്നു. അങ്ങനെ ബാക്കി പറയാം. അങ്ങനെ എന്താ ഇപ്പം എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാകും. പിന്നെ ഇപ്പം എൻ്റെ പേരിൽ ഇങ്ങനെ കോട്ടയത്തുണ്ട എൻ്റെ ഒരു പാസ്റ്റ് ആ സമയത്ത് അങ്ങനെ ആയിപ്പോ എനിക്ക് എൻ്റെ ഒരു ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ചിന്തിച്ചാൽ എനിക്ക് പിന്നെ അങ്ങോട്ട് എൻ്റെ ഒരു വിഷമങ്ങൾ പറയാൻ എനിക്ക് ആരുമില്ല, ഒന്നിനും ഇല്ല. മനസ്സിലായ അതുകൊണ്ട് എനിക്കൊരു എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഇതായിപ്പോയി ആ സമയത്ത്. ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ആൾക്കാർ ഇങ്ങനെ കാണുന്നത്. പക്ഷെ എനിക്കതൊരു തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ ഭാഗം വെച്ച് നോക്കാൻ ഓക്കെ, അവനിപ്പം കുറച്ചുകൂടെ മെച്ചൂർഡൊക്കെ ആയി, അവന് കുറച്ച് ലൈഫ് കുറച്ചുകൂടെ ഹാപ്പി ആയി, അവന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഏജിലേക്കൊക്കെ വരുന്നു. ആ ഒരു ഘട്ടത്തിൽ അവന് പറഞ്ഞ ഒരു വാക്ക്, സുഹൃത്തുക്കൾ, അവന്റെ ജീവിതം ഡ്രഗ്സിന് അടിമപ്പെട്ടിരുന്ന ഒരു സമയത്ത്, അവന് കുടുംബത്തിൽ നിന്ന് പോലും സ്നേഹം കിട്ടാത്തൊരു സമയത്ത്, അതാണ് കൂട്ടുകെട്ടിന്റെ ഗുണം. അപ്പൊ കൂട്ടുകെട്ടിയാൽ നശിക്കുകയോ നന്നാവോ എന്ന് ചോദിക്കുന്നവരോടുള്ള ഒരു ഉത്തരവാണിത്. കൂട്ടുകെട്ടിയാൽ നശിക്കുകയും ചെയ്യാം, നന്നാവുകയും ചെയ്യാം. അപ്പം ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് കിച്ചുവിനെ സംബന്ധിച്ച് അവന് പോസിറ്റീവായി. അവന്റെ നെഗറ്റീവ് വശങ്ങൾ അല്ലെങ്കിൽ അവൻ ഡ്രഗ്സിന് അടിമപ്പെട്ട സമയത്ത് 3 സുഹൃത്തുക്കൾ അവൻ പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് കുഴിയിൽ നിന്നും കരകയറ്റി എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ കറക്റ്റാണ്. അവനെ ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള ജീവിതത്തിൽ നിന്നും അവനെ നേരെ നല്ലൊരു ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അവന്റെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കുവാനും അവനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുവാനും ആ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് ഞാനൊരു ഹായ് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു കൈ കൊടുക്കുകയാണ്. പിന്നെ സുഹൃത്തുക്കളെന്നും അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു മെസ്സേജ് കൂടി പറയുകയാണ്. അപ്പൊ ഇതിനെല്ലാം പിന്നിൽ വേറൊരു കാര്യം നമ്മൾ മറന്നു പോകല്, നാഴികയ്ക്ക് 40 വട്ടം ഞാനും എന്റെ കുടുംബവും എന്റെ മക്കൾക്കും വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ച്. അപ്പൊ ആ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയും പച്ചയായ കള്ളമായിരുന്നു എന്നുള്ളത് ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലായി കാണും. അപ്പൊ നിങ്ങൾ പറഞ്ഞു, ഇനിയും പറഞ്ഞു, പക്ഷെ എന്റെ കുടുംബത്തിന് എന്റെ മക്കൾക്കും വേണ്ടിയാണ് എന്നുള്ളത് പറയില്ല. ചിലപ്പോൾ നിങ്ങളുടെ മകനായ ഋതപ്പിന് വേണ്ടിയായിരിക്കും, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയായിരിക്കും, പിന്നെ നിങ്ങളുടെ ഫെയിമിനും വേണ്ടിയായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല എന്നുള്ളത് കാലം തന്നെ തെളിയിച്ചിരിക്കുന്ന സാക്ഷ്യമാണ് ഈ വീഡിയോ. മനസ്സിലാക്കി ഞാനത് മാറ്റിയെടുത്ത് എന്റെ കൂട്ടുകാർ ഇതാക്കി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ ആ പേരാണ് എന്നെ ഇപ്പോഴും ഇട്ടിങ്ങനെ ഒരു എന്താ ഭീഷണിപ്പെടുത്താന്നൊക്കെ പറയത്തില്ലേ, ആരും ചെയ്യുന്നതല്ലേ. ഇപ്പം മീഡിയാസ് ആണെങ്കിലും ഇങ്ങനെ മൊത്തം പറയത്തില്ലേ, ഇതിൽ സംസാരിച്ച് നോക്ക്, നിന്റെ കഥകൾ മൊത്തം പുറത്തിറങ്ങും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇതായിപ്പോയി സമയത്ത് കാട്ടിക്കുട്ടികളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഇവര് വന്ന് ഇവിടെ വന്ന് ഓക്കെ ആയി ഇങ്ങനെ പോകുന്നു. എന്താവും അങ്ങോട്ട്, എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ഒന്നും അറിയില്ല. അപ്പൊ കേട്ടല്ലോ നിങ്ങൾ, നന്മമരമായി പൂത്തുലഞ്ഞു എന്ന വ്യക്തിയുടെ കഥയാണ് നമ്മൾ കേട്ടത്. അതായത് നന്മമരമായി കുടുംബത്തിന് വേണ്ടി 2 മക്കൾക്ക് വേണ്ടി പ്രാരാബ്ദങ്ങൾ തോളിലേറി സഞ്ചരിക്കുന്ന ഒരു യുവതിയുടെ. അപ്പം ആ ഒരു പ്രാരാബ്ദത്തിന്റെ സത്യാവസ്ഥയും നിജസ്ഥിതിയും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഈ സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേര് മുതലെടുത്തുകൊണ്ട് ഈ പറയുന്നത് പോലെ എന്നെ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചിട്ടേ ഉള്ളൂ. തന്റെ കിച്ചു കണ്ടു നോക്ക്, ഇപ്പൊ ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് വിളിച്ചു കിച്ചു, എപ്പോഴും വിളിക്കും, തന്റെ ഇപ്പോഴും വിളിച്ചതേ ഉള്ളൂ എന്ന് പറയുന്നു. സത്യത്തിൽ അവനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അവരെന്നുള്ളതാണ്. അവരുടെ എന്തോ ഒരു ആവശ്യം വന്നാൽ വിളിക്കും, അത്ര തന്നെ. അല്ലാതെ ഈ പറയുന്ന ഒരു പരിഗണനയോ കെയറിങ്ങോ ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പയ്യന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവന് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നതിൽ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അവന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഈ പറയുന്നത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അവന് കൊച്ചു പ്രായത്തിൽ ഈ ഒരു ട്രോമ വരികയും പിന്നെ അതിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കാതെ വരികയും അവൻ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പൊ ആ ഒരു കൊച്ചു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയാകുമ്പോഴത്തേക്ക് ഏതൊരു മനുഷ്യനും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരാം. അപ്പൊ എന്തായാലും അവൻ ഇപ്പം സേഫാണ്, അവൻ നല്ല ഹാപ്പിയാണ് എന്ന് അവൻ പറയുന്നു. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ, ജീവിതത്തെ നല്ല രീതിയിൽ എത്താൻ സാധിക്കട്ടെ, പിന്നെ സഹോദരനുമായുള്ള ബന്ധം നിലനിർത്താൻ സാധിക്കട്ടെ. അപ്പൊ ഇത് വെച്ച് അറിയാലോ, നാളെ ഇവരവന് ഈ ഇൻഷുറൻസ് തുകയോ ബാക്കി ഈ വീടിന്റെ ഇതോ ഒന്നും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇവർ ഈ പറഞ്ഞ പല കാര്യങ്ങളും, പള്ളിക്കാർ ഇടപെട്ടിട്ടില്ല, അച്ഛനും അമ്മയും ഇടപെട്ടിട്ടില്ല, പിന്നെ വീടിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, എന്റെ മക്കൾക്ക് വേണ്ടിയാണ് തുടങ്ങി അവർ A to Z മീഡിയയ്ക്ക് മുമ്പേ വന്നിരുന്നിട്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പച്ചയായ കള്ളമായിരുന്നു എന്നുള്ളത് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം, പക്ഷേ ഈ ഒരു സഹതാപ തരംഗത്തിന്റെ പേരിൽ ആകരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം പരിഗണിക്കുക. താങ്ക്